IT ഫീൽഡിലേക്ക് ജോലിക്ക് കയറണമെന്നുള്ള ആഗ്രഹമുള്ള എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് പൈത്തൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവരും പൈത്തൺ പഠിക്കാൻ പറയാനുള്ള റീസൺസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോവുക. പൈത്തൺ ഒരു ഈസി ലാംഗ്വേജ് ആണ്, ബിക്കോസ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താ, ഡിഫിക്കൽട്ട് ആയിട്ട് ഒന്നുമില്ല. ഇതൊരു ഇംഗ്ലീഷിലേക്ക് നമ്മൾ എഴുതി കൊടുക്കുന്ന എല്ലാ കമാൻഡ്സും എഴുതി കൊടുക്കുന്ന എല്ലാ കോഡ്സും ഇംഗ്ലീഷിലേക്ക് ഒരു ഹ്യൂമനുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഫ്രഷറായിട്ട് ഒരു പ്രോഗ്രാമിന് പരിചയമില്ലാത്ത ആൾക്കാർ പോലും നമ്മുടെ പൈത്തണിലേക്ക് ഫസ്റ്റ് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് മനസ്സിലാകുന്ന അത്രയ്ക്കും ഈസി ആയിട്ടുള്ള രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പൈത്തൺ ലാംഗ്വേജ്. പൈത്തണിലേക്ക് ഡെവലപ്പിംഗ് ടൈം വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ ഡെവലപ്പിംഗ് ടൈം വളരെ കുറവാണ്? ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻബിൽറ്റഡ് പാക്കേജസും മോഡ്യൂൾസും അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഡെവലപ്പിംഗ് ടൈം വളരെ കുറവാണ്. ഇതിന് നമ്മൾ ഒരു ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് കാണാം. ഹലോ വേൾഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം C പ്രോഗ്രാമിംഗിലും എഴുതി കൊടുത്തിട്ടുണ്ട്, പൈത്തൺ പ്രോഗ്രാമിംഗിലും കാണിച്ചിട്ടുണ്ട്. സോ C പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു 10 ലൈൻസ് ഓഫ് കോഡ് എഴുതി കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഒരു വാക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇൻ കമ്പയർ ടു പൈത്തൺ ലാംഗ്വേജ് ഇതിലേക്ക് ഒറ്റ വാക്ക് എഴുതി കൊടുത്താൽ മതി, പ്രിന്റ് ഹലോ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കൊരു പ്രോഗ്രാമിംഗ് അറിയാത്ത ആൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്നുണ്ട്, അത് എന്താകുന്നുണ്ട്, ഒരു വാക്കിൽ തന്നെ പ്രിന്റും ആകുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇതിൻ്റെ ഡെവലപ്പിംഗ് ടൈം വളരെ കുറവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ലാർജ് കമ്മ്യൂണിറ്റി. ലാർജ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിലേക്ക് ഒരു 48% ഡെവലപ്പേഴ്സും എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ കോഡ് റൺ ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം അത്രയ്ക്കും ഒരു ഈസി ലാംഗ്വേജ് ആണ്. സോ ഒരു ബിഗിനറായിട്ട് പഠിക്കാണ്ട് വരുന്ന ആൾക്കാരിന് എന്തെങ്കിലും എറർ വന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ് ആ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റുള്ള ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഒരു ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിനെ സോൾവ് ചെയ്ത് കുറേ ഡെവലപ്പേഴ്സ് അതിനെ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുന്നെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിങ്ങിന്റെ എറേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു സൈറ്റാണ് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ എറേഴ്സ് ഒക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോയി സെർച്ച് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള എല്ലാ ആൻസേഴ്സും കിട്ടുന്നുണ്ട്. സോ ലാർജ് കമ്മ്യൂണിറ്റിയാണ് പൈത്തണിൻ്റെ ഇന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പൈത്തൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കൂട്ടത്തിലല്ല. നമ്മുടെ ഹൈ ലെവൽ അപ്ലിക്കേഷൻസ് ആയ ഒരു മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ്, ഡേറ്റാ അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ വെബ് ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ പൈത്തൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സാലറി എന്ന് പറയുന്നത്. എത്രയാണ് ഒരു ഫ്രഷേഴ്സിന് കിട്ടും, ഒരു ഫ്രഷേഴ്സിന് എത്രയാണ് MNC കമ്പനീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കമ്മിങ് ഔട്ട് ഓഫ് കോളേജ്. ഇല്ലെങ്കിൽ ഒരു പൈത്തൺ ഇന്റേൺഷിപ്പോ ഇല്ലെങ്കിൽ പൈത്തൺ കോഴ്സോ കംപ്ലീറ്റ് ചെയ്ത ഒരു ഫ്രഷർക്ക് MNC കൊടുക്കുന്നതാണ് 9 to 12 lakh എന്ന് പറയുന്നത്. ഇത്ര കാര്യങ്ങൾ വേണ്ടിയിട്ടാണ്, ഇത്രയും ഒരു ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത അത്രയും കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് എന്തുകൊണ്ടാണ് പൈത്തൺ പഠിക്കേണ്ടത്, അതിൻ്റെ റീസൺസ് ആണ്. ഇത് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു.